ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിടെക്നിക് മാത്സിന്റെ സെക്കൻഡ് സെമിസ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് എക്സാം ഒക്കെ വളരെയധികം ഈസി ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്ടാ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡിറ്റർമിനന്റ് ആണ്. മെട്രിക്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഡിറ്റർമിനന്റ് സാധാരണ പഠിക്കാറുള്ളത്. പക്ഷെ നിങ്ങളുടെ ടെസ്റ്റിനകത്ത് എന്താണ്ടാ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ ആര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഡിറ്റർമിനന്റ് എന്താണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഡിറ്റർമിനന്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ചാപ്റ്റർ 1 എന്താണ്ടാ ഡിറ്റർമിനന്റ്. എന്താണ്ടാ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്? എന്താണ് ഡിറ്റർമിനന്റ്? നമുക്ക് രണ്ട് ടൈപ്പാണ് പഠിക്കാനുള്ളത് ഡിറ്റർമിനന്റ്. ഒന്ന് 2/2 എന്ന് പറയും, അതായത് 2 റോയും 2 കോളവും. നമുക്ക് ആദ്യം അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം 3 റോയും 3 കോളവും വരുന്നത് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്ടാ 2 റോയും 2 കോളവുമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രോബ്ലം നമ്പർ 1 നിങ്ങൾ നോക്കിക്കേ. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ഡിറ്റർമിനന്റ്. ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. 2, 3, -1, 4. ഇതിന് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നോക്കിക്കോ. നമ്മൾ ആദ്യം ഇൻറ്റു ചെയ്യുന്നത് എന്താണ്? ഈ 2ഉം 4 അങ്ങ് ഇൻറ്റു ചെയ്യും. 2 ഇൻറ്റു എന്താണ് 4. 2 ഇൻറ്റു 4 എത്രയാണ്ടാ? 2 ഇൻറ്റു 4 2 ഇൻറ്റു 4 2 ഇൻറ്റു 4 നമ്മൾ ആദ്യം ചെയ്യും. മൈനസ് അടുത്ത എന്താണ്? -1ഉം 3ഉം ആയിട്ട് ഇൻറ്റു ചെയ്യും. -1 ഇൻറ്റു 3. 2 ഇൻറ്റു 4 2 ഇൻറ്റു 4 എത്രയാണ്ടാ മക്കളെ? 8 ആണ്. -1 ഇൻറ്റു 3 എത്രയാണ്ടാ? -3 ആണ്. ഇവിടെ മൈനസ് കൂടെ ജോയിൻ ചെയ്ത് അവിടെ എന്താവും? പ്ലസ് ആവും അല്ലെ? അപ്പൊ 8 + 3 8 + 3 എത്രയാണ്ടാ? 11. എത്രയാണ്ടാ? 11. അപ്പൊ ഒന്നാമത്തെ ആൻസർ ആയി. എത്രയാണ്? 11. രണ്ടാമത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിക്കുക, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കുക. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ആ ഡിറ്റർമിനന്റ് ആണ് -1 -3 4 -2. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും? -1 × -2. ഇവിടെ -1 × -2 എത്രയാണ്? -1 ഇൻറ്റു -1 ഇൻറ്റു -2 എന്ത് കിട്ടും നമുക്ക് ആൻസർ? 2 എന്ന് കിട്ടും. 2 മൈനസ് അടുത്ത 4 ഇൻറ്റു -3 കാണുന്നുണ്ടോ? 4 ഇൻറ്റു -3 4 ഇൻറ്റു -3 എത്രയാണ്ടാ? -12 ആണ്. അപ്പൊ 2 മൈനസ് ജോയിൻ ചെയ്ത് അവിടെ എന്താവും? പ്ലസ് ആവും. 2 + 12 എത്രയാണ്ടാ? 14. അപ്പൊ അവിടുത്തെ ഡിറ്റർമിനന്റ് വാല്യൂ എത്രയാണ്? 14. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ട്രിഗണോമെട്രി ആയിട്ട് കണക്ട് ചെയ്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അത് നോക്കിക്കേ. ഡിറ്റർമിനന്റ് sin θ മൈനസ് cos θ അതുപോലെ cos θ sin θ. നമ്മളിത് എങ്ങനെയുണ്ടാ നോർമലി ചെയ്യുന്നത് നോക്കിക്കേ. ഫസ്റ്റ് sin θ ഇൻറ്റു sin θ. sin θ ഇൻറ്റു sin θ എന്താണ് മക്കളെ? sin θ ഇൻറ്റു sin θ sin സ്ക്വയർ θ. എന്താണ്? sin സ്ക്വയർ θ മൈനസ് cos θ ഇൻറ്റു cos θ എന്ത് കിട്ടും ആൻസർ? മൈനസ് cos സ്ക്വയർ θ. അപ്പോ sin സ്ക്വയർ θ മൈനസ് ജോയിൻ ചെയ്ത് അവിടെ എന്താവും? പ്ലസ് ആവും. പ്ലസ് cos സ്ക്വയർ θ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ സെമിൽ പഠിച്ചതേ ഉള്ളൂ. sin സ്ക്വയർ θ പ്ലസ് cos സ്ക്വയർ θ ഈക്വൽ ടു എത്രയാണ് മക്കളെ ആൻസർ? 1. സോ ആൻസർ എന്താണ്? ഇതിന്റെ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1 എന്നുള്ള ആ ഒരു ഫൈനൽ ആൻസർ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സോൾവ് ഫോർ എക്സ് ഇഫ് ഡിറ്റർമിനന്റ് 2 - x 2 2 2 - x ഈക്വൽ ടു 0. നമുക്ക് ആരുടെ വാല്യൂ വേണം? എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. നമുക്ക് നോർമലി എന്താണ്? ഇത്രയും പാർട്ട് സെലക്ട് ചെയ്യുക. ഈ ഒരു പാർട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ ഒരു പാർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം എന്താണ് നമുക്ക് നോർമലി എന്ത് ചെയ്യാം? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം അല്ലെ? ഡിറ്റർമിനന്റ് 2 - x 2 2 2 - x അല്ലെ? ആൻസർ എന്താണ്? 0 എന്നല്ലേ പറയുന്നത്. നമുക്കിവിടെ ക്രോസ് ആയിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ. അപ്പൊ ആദ്യം 2 - x ഇൻറ്റു 2 - x എന്ന് പറയുമ്പോൾ എന്താണ്ടാ? 2 - x ഓൾ സ്ക്വയർ. എന്താണ്? 2 - x ഓൾ സ്ക്വയർ മൈനസ് അടുത്ത 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്താണ്ടാ മക്കളെ? 4 ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു 0. ഇവിടെ -4 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഈ ഒരു -4 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 2 - x ഓൾ സ്ക്വയർ ഈക്വൽ ടു -4 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും മക്കളെ? +4 ആവും. എന്താവും? +4. ദാറ്റ്സ് ഈക്വൽ ടു 2 - x ഈക്വൽ ടു ഈ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും അല്ലെ? അപ്പൊ √4.
അപ്പൊ 2 മൈനസ് എക്സ് ഈക്വൽ ടു √4 രണ്ട് വാല്യൂ ഉണ്ട്. ഒന്നല്ലെങ്കിൽ അത് +2 അല്ലെങ്കിൽ എന്താണ്ടാ -2. അപ്പൊ +or-2. അപ്പൊ ഒന്നല്ലെങ്കിൽ 2 മൈനസ് എക്സിന്റെ വാല്യൂ 2, അല്ല എങ്കിൽ എന്താണ് അതിന്റെ വാല്യൂ എന്താണ് 2 മൈനസ് എക്സിന്റെ വാല്യൂ എന്താണ് മക്കളെ -2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ മൈനസ് എക്സ് നമുക്ക് എക്സ് അല്ലേ വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ എന്താണ് ഈ ഒരു മൈനസ് എക്സ് നമുക്ക് എന്ത് ചെയ്യാം അപ്പുറത്ത് കൊണ്ടുപോകാം. ഈ 2വിനെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോ 2 ഇവിടെ തന്നെ ഉണ്ട്. ഈ +2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും -2 ആവും. മൈനസ് എക്സ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവൂടാ മക്കളെ എക്സ് ആവും. 2 - 2 എന്താണ് 0. അപ്പൊ എക്സിന്റെ ഒരു വാല്യൂ എത്ര കിട്ടി, ഒരു വാല്യൂ 0. എക്സിന് 0 എന്ന് പറയുന്ന ഒരു വാല്യൂ വരാം. അടുത്തത് ഇവിടെ അതുപോലെ തന്നെ ഈ -2 നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇപ്പുറത്ത് കൊണ്ടുവരാം. മൈനസ് എക്സിനെ എന്ത് ചെയ്യാം അപ്പുറത്തേക്കും കളയാം. അപ്പൊ 2 - 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും +2 ആവും. മൈനസ് എക്സ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവൂടാ മക്കളെ വെറും എക്സ് ആവും. 2 + 2 എന്താണ് 4. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി 4 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ എന്താണ് കിട്ടി. അപ്പൊ എക്സിന് രണ്ട് വാല്യൂ ഇവിടെ ഉണ്ട്. എന്താണ് 0 അല്ലെങ്കിൽ 4 എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമല്ല, എന്താണ് മക്കളെ ഇവിടെ എക്സിന് 0 എന്നും 4 എന്നും പറയുന്ന ഈ രണ്ട് വാല്യൂസ് എന്താണ് ആർക്കുണ്ട് എക്സിനുണ്ട്. ഓ, അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലേ. അത്രയും പോർഷൻ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേടാ, ശ്രദ്ധിച്ചില്ല അത്. 1 മിനിറ്റ്. ഇവിടെ ആ ഒരു സെക്ഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. അത് അവിടെ നോക്കി നിങ്ങൾ 2 - x = എന്താണ് -2 അല്ലേ. പ്ലസ് വാല്യൂ എടുക്കാം -1. ഞാൻ ആദ്യം പ്ലസ് വാല്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത എടുക്കാൻ പോകുന്നത് ഏതാണ്ടാ മൈനസ് വാല്യൂ ആണ്. 2 - x = എന്താണ് -2 ആണ്. ഈ ഒരു -x അപ്പുറത്ത് പോകുമ്പോൾ എന്താവും ഈ ഒരു -x അപ്പുറത്ത് പോകുമ്പോൾ എന്താവും +x ആവും. -2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും അത് +2 ആയിട്ട് മാറും. എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടും നമുക്ക് ആൻസർ 4 എന്ന് പറയുന്ന ഒരു വാല്യൂ. അടുത്ത കട മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ നമ്പർ 3. solve for x if x3 5 2x equal to determinant 5 - 4 5 3. എടാ ഇതെങ്ങനെ ചെയ്യും നമ്മൾ ആ ഒരു സെറ്റ് അത്രയും ഫുൾ ആയിട്ട് അങ്ങ് എടുക്കുക. ഇവിടെ ക്രോസ് ചെയ്യുക. എന്ത് കിട്ടും നമുക്ക്, അതായത് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഈ ഒരു ഡിറ്റർമിനന്റിന്റെ അതായത് x3 5 2x അല്ലെ is equal to 5 - 4 5 3. രണ്ട് സ്ഥലത്ത് നമ്മൾ ഒരേപോലെ എന്ത് ചെയ്യുക ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക പോവുക എന്നുള്ളതാണ്. x × 2x എന്താണ് മക്കളെ 2x² മൈനസ് 5 × 3 എത്രയാണ് 15 ഈക്വൽ ടു 5 × 3 എത്രയാണ് മക്കളെ 5 × 3 15 മൈനസ് 5 × -4 5 × -4 എത്രയാണ്ട -20. അപ്പൊ 2x² -15 ഈക്വൽ ടു എടാ മൈനസ് ജോയിൻ ചെയ്തവിടെ എന്താവും പ്ലസ് ആവും അല്ലെ. അപ്പൊ 15 പ്ലസ് എന്താണ് 20 15 പ്ലസ് 20 നമുക്ക് 2x² മതി. അപ്പൊ ഈ -15 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും പ്ലസ് ആവും അല്ലെ. അപ്പൊ 15 പ്ലസ് 20 പ്ലസ് 15 എന്നാവും. ഇപ്പൊ 2x² ഈക്വൽ ടു 15 15 30 30 20 50. നമുക്ക് വേണ്ടത് x² ആണ് വേണ്ടത്. അപ്പൊ ഇൻറ്റു 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും ഡിവൈഡ് ആവും അല്ലെ. അപ്പൊ 50/2 50/2 എത്രയുണ്ട 25. നമുക്ക് x ആണ് വേണ്ടത് മക്കളെ. സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവൂടാ റൂട്ട് ആവും. √25 √25 വില എത്ര 5 എന്ന് മാത്രം എഴുതി വെക്കില്ലേ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക എന്താണ് +or-5. അതായത് +5 വരാം പിന്നെ എന്തും വരാം -5 എന്താണ് വരാം. അപ്പൊ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എത്രയാണ്ട +or- എന്താണ് +or-5 ആണ്. എടാ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കണ്ട. ഇതായാലും നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. solve for x if determinant 2x - 1 x + 1 x + 2 x - 2 ഈക്വൽ ടു എന്താണ് 0. നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം എക്സിന്റെ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. നമുക്കിവിടെ എന്ത് ചെയ്യാം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. അപ്പൊ 2x - 1 നമ്മൾ ആദ്യം ആരോട്ട് ഇൻറ്റു ചെയ്യും 2x - 1 ഇൻറ്റു എന്താണ് x - 2 മൈനസ് അടുത്ത എന്താണ് x + 2 ആരോട്ട് ഇൻറ്റു ചെയ്യും s + 1 ആയിട്ട് ഇൻറ്റു ചെയ്യും s + 2 ഇൻറ്റു s + 1 ഈക്വൽ ടു 0. അത് നോക്കിയാൽ ഫസ്റ്റ് 2x ഇൻറ്റു എന്താണ് x 2x × x എന്താണ് മക്കളെ 2x².
അതായത് 2x ഇൻറ്റു എന്താണ് -2. 2x ഇൻറ്റു -2 എന്താണ് -4x. അടുത്ത -1 ഇൻറ്റു എക്സ്. -1 ഇൻറ്റു എക്സ് എത്രയാണ് -x. -1 ഇൻറ്റു -2 എന്താണ് +2. അപ്പൊ അത് രണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇൻറ്റു ചെയ്ത് കഴിഞ്ഞു. ഈസിയാണ്. ഓക്കെ. മൈനസ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മെയിൻ മൈനസിന് ശേഷം ഒരു വലിയൊരു എന്താണ് ബ്രാക്കറ്റ് എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ആൻസർ ഫുള്ള് അടപടലം എന്താണ് 3G ആവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു മൈനസിന് ശേഷം എന്ത് ചെയ്യുക, കാരണം ഒന്നിൽ കൂടുതൽ ടേം ഇവിടെ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം, ആ ഒരു സാധനം ഏതാണ് ആ ഒരു ബ്രാക്കറ്റ് ഇടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യല്, മറന്നു പോകല്. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൊടുക്കണം. ഓക്കെ. അടുത്ത x+2 ഇൻറ്റു x+1. അപ്പൊ അത് x ഇൻറ്റു എക്സ്. എക്സ് ഇൻറ്റു എക്സ് എന്താണ് മക്കളെ x². അടുത്ത് x ഇൻറ്റു 1. x ഇൻറ്റു 1 എന്താണ് x തന്നെയാണ്. അടുത്ത 2 ഇൻറ്റു എക്സ്. 2 ഇൻറ്റു എക്സ് എന്താണ് മക്കളെ +2x. 2 ഇൻറ്റു എന്താണ് 1. 2 ഇൻറ്റു 1 എന്താണ് +2 ഈക്വൽ ടു 0. അപ്പോൾ 2x² -4x -x എത്രയാണ് -4 -1 എത്രയാണ് -5x +2 മൈനസ് വീണ്ടും ഞാൻ ബ്രാക്കറ്റ് റിമൂവ് ആക്കിയിട്ടില്ല. s² ഞാൻ എന്താണ് അങ്ങനെ എഴുതുകയാണ്. s² പ്ലസ് x+2 എത്രയാണ് x+2x 3x +2 ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെയുള്ള ഈ ബ്രാക്കറ്റ് എന്ത് ചെയ്യണം, പതുക്കെ റിമൂവ് ചെയ്യണം. എങ്ങനെയാണ് ആ ഒരു ബ്രാക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യുക നമുക്ക് നോക്കാം. എങ്ങനെ റിമൂവ് ചെയ്യും? 2x² -5x +2. ഈ മൈനസിനകത്ത് കൊടുക്കുമ്പോൾ s² എന്താവും +s² -s² ആവും. +3x എന്താവും -3x ആവും. +2 എന്താവും -2 ആവും. ഈ ഒരു +2ഉം ഈ ഒരു -2 നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് ഇവിടെ എന്താണ് 2s² -s². എന്താണ് ആൻസർ? 2s² -s² എന്താണ് 2s² s² കുറച്ച് എത്രയാണ്ടാ മക്കളെ x². അടുത്തത് -5x -3x എന്താണ് ആൻസർ -8x ഈക്വൽ ടു എന്താണ് ഈക്വൽ ടു 0. രണ്ട് ടേമിൽ നമുക്ക് ആരെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം, എക്സിനെ എന്ത് ചെയ്യാം അങ്ങ് പുറത്തെടുക്കാം. അപ്പൊ എക്സിനെ പുറത്തെടുത്താൽ എന്താ സംഭവിക്കും, x² എക്സിനെ പുറത്തെടുത്താൽ എന്താണ് അവിടെ ബാക്കിയാവുക x ആണ്. -8x എക്സിനെ പുറത്തെടുത്താൽ ബാക്കി എന്താണ് അവിടെ ഉള്ളത് 8 ആണ് ഈക്വൽ ടു 0. അപ്പൊ ഒന്നല്ലെങ്കിൽ ഈ x ആയിരിക്കാം 0, അല്ല എങ്കിൽ ആരായിരിക്കാം 0, x -8 ആയിരിക്കാം എന്ത് 0 എന്ന് പറയുന്നത്. അപ്പൊ ഒന്നല്ലെങ്കിൽ x ആയിരിക്കാം 0, അല്ലെങ്കിൽ x -8 ആയിരിക്കും ആരായിട്ട് മാറുന്നത് 0 ആയിട്ട് മാറുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ 0 അതെന്താണ്, അത് എക്സിന് കിട്ടുന്ന ഒരു വാല്യൂ ആണ്. x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സിന്റെ ഒരു വാല്യൂ ആണ്. അതിവിടെ -8 അപ്പുറത്ത് പോകുമ്പോൾ എന്താ കൂടെ മക്കളെ +8 അല്ലേ. അപ്പൊ x ഈക്വൽ ടു 8 അതും എന്താണ് എക്സിന്റെ മറ്റൊരു വാല്യൂ ആണ്. എടാ അടുത്തത് നമ്മൾ എന്താണ് ഈ 2x2 മെട്രിക്സിന്റെ എന്താണ് 2x2 ഡിറ്റർമിനന്റ് എന്താണ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ. അപ്പോൾ അതാണ് നമുക്ക് എന്താണ് അടുത്തായിട്ട് എന്താണ് പഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, സൊല്യൂഷൻ ഓഫ് 2 ലീനിയർ ഇക്വേഷൻ ഇൻ 2 അൺനോൺസ്. എന്താണ് ഈ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ള വാരിയബിൾസിന്റെ ഹൈ പവർ എത്രയായിരിക്കും 1 ആയിരിക്കും. നിങ്ങളോട് നോക്കിയേ, a1x ഇവിടെ എക്സും വൈയും ആണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ മെയിൻ വാരിയബിൾസ് പറഞ്ഞാലാണ് എക്സും വൈയും ആണ്. അതിന്റെ പവർ എത്രയായിരിക്കും 1 ആണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത് ലീനിയർ ഇക്വേഷൻ. എന്താണ്ട ലീനിയർ ഇക്വേഷൻ. ഇനി ഇവിടെ പറയുന്നുണ്ട് 2 അൺനോൺ എന്ന് പറയുന്നുണ്ട്. കണ്ട 2 അൺനോൺ എന്ന് പറയുന്നത് കണ്ടോ 2 അൺനോൺ. ഈ അൺനോൺ എന്ന് പറയുന്നത് ഇവിടെ ആരെന്നറിയാമോ എക്സും വൈയും ആണ്. അതായത് നമുക്ക് ഇങ്ങനെ 2 ഇക്വേഷൻ തരും. ഈ 2 ഇക്വേഷനിൽ നിന്ന് എന്താണ് എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു രീതി. നമുക്ക് ഒരുപാട് രീതി നമുക്ക് അറിയാം. സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇതിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയാനായിട്ട് പോണത്. ഓക്കെ, ഇതവിടെ നോക്കിക്കേ. അതിലെന്താണ് നമുക്ക് ഡിറ്റർമിനന്റ് തന്നെ യൂസ് ചെയ്യാം. അതിൽ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു ഒരു മുകളിലൊരു ഡിറ്റർമിനന്റ് ഉണ്ട്, അതായത് C1 B1 C2 B2 ബൈ എന്ത് ചെയ്താൽ മതി ഡിറ്റർമിനന്റ് ഓഫ് A1 B1 A2 B2. അതുപോലെ y കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ എന്താണ്
ഡിറ്റർമിനന്റ് A1 C1 A2 C2. അതുപോലെ എന്താണ് ബൈ എന്താണ് ബൈ A1 B1 A2 B2. നിങ്ങൾ ആ കോളേജിൽ എന്താണ് ഡെൽറ്റ എന്നൊക്കെ ഡെൽറ്റ എന്നൊക്കെ വെച്ച് പറഞ്ഞു തരുമായിരിക്കും അല്ലെ. എന്താണ് ഡെൽറ്റ 2 ബൈ ഡെൽറ്റ അല്ലെങ്കിൽ ഡെൽറ്റ 1 ബൈ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞു തരുമായിരിക്കും. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഡയറക്റ്റ് എന്താണ് ആ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഇവിടെ എന്താണ് ഈ A1 B1 C1. A1 എന്ന് പറഞ്ഞാൽ A1ഉം A2 എന്താണ്ട എക്സിന്റെ കോഎഫിഷ്യന്റ്. എന്താണ്ട ഈ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സിന്റെ ഫ്രണ്ട് ചെയ്യുന്ന നമ്പർ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, A1 ആൻഡ് A2 ആണ് എന്ത് എക്സിന്റെ കോഎഫിഷ്യന്റ്. വൈയുടെ കോഎഫിഷ്യന്റ് ആണ് ആര് B1ഉം B2. ആരാണ്ട B1ഉം B2. C1 എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വരുന്ന ആ രണ്ട് കോൺസ്റ്റന്റുകളാണ്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഇക്വേഷൻ വേറെ എന്ത് രീതിയിലാണെങ്കിലും നിങ്ങൾ അതിനെ എന്ത് രീതിയിൽ തന്നെ ആക്കണം, ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ കൊണ്ടുവരണം. എന്നിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ടുള്ളത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, റോങ് ആയിരിക്കും. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ A1 B1 C1 A2 B2 C2 എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ രണ്ട് സാധനങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണോടാ, പഠിച്ചു വെക്കുക. ഓക്കെ, എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സോൾവ് 2x plus 3y equal to 8 and x minus 2y equal to -3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോൾവ് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ എന്താണ് നമ്മൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം എന്നാണ് ആ സോൾവ് കൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ഞാൻ വീണ്ടും എടുത്ത് എഴുതിയിട്ടുണ്ട്. താഴെ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന് മുമ്പൊക്കെ അറിയേണ്ടത് ഈ ഇക്വേഷനിൽ നിന്ന് ആരാണ് A1, ആരാണ് A2, ആരാണ് B1 B2 C1 C2 ഇതെല്ലാം നമ്മൾ എന്താണെന്ന് അറിയണം അല്ലേ. നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. 2x പ്ലസ് എന്താണ് 2x പ്ലസ് 3y ഈക്വൽ ടു 8 ആണെങ്കിൽ അതിൽ A1 എന്ന് പറഞ്ഞാൽ ആരാണ്, എക്സിന്റെ ഫ്രണ്ട് നമ്പർ ആരാണ് മക്കളെ, അത് 2 ആണ്. ആരാണ് 2. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ആരാണ് 2 ആണ്. അതുപോലെ B1 എന്ന് പറഞ്ഞാൽ ആരാണ്ട് വൈയുടെ ഫ്രണ്ടിലുള്ള നമ്പർ ആരാണ്, വൈയുടെ ഫ്രണ്ടിലുള്ള നമ്പർ ആരാണ്ട് മക്കളെ 3 ആണ്. അതുപോലെ C1 എന്ന് പറഞ്ഞാൽ ആരാണ്, അത് 8 ആണ്. ആരാണ് 8. അത് മാത്രം ഞാൻ ഒന്ന് ബോക്സിനകത്താക്കിയിട്ടുണ്ട്. അടുത്ത വീണ്ടും നമുക്ക് രണ്ടാമത് വേണ്ട ആരാണ്, എക്സ് മൈനസ് 2y ഈക്വൽ ടു എന്താണ് -3 ആണല്ല. ഇതിലെ A1 എന്ന് പറഞ്ഞാൽ ആരാണ്ട A1, എക്സിന്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും നമ്പർ ഉണ്ടോ, ഒരു നമ്പറും ഇല്ല എങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും, 1 ആയിട്ട് കൺസിഡർ ചെയ്യണം. A1 1 ആണ്. അതുപോലെ B1 എന്ന് പറഞ്ഞാൽ ആരാണ്, വൈയുടെ ഫ്രണ്ടിലുള്ള നമ്പർ ആരാണ്ട -2 ആണ്. അപ്പൊ B1 എന്ന് പറഞ്ഞാൽ ആരാണ് -2 ആണ്. അതുപോലെ C1 എന്ന് പറഞ്ഞാൽ ആരാണ്ട C1 ഇവിടെ കിടക്കുന്ന എന്താണ് നമ്പർ ഏതാണ് -3 ആണ്. അപ്പൊ മൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം സെലക്ട് ചെയ്തോണേ, കാരണം തെറ്റാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അതിനെ കൂടെ ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് ബോക്സിനകത്താക്കണേ. ഓക്കെ, അപ്പോൾ A1 കിട്ടി, B1 കിട്ടി, അതുപോലെ നമുക്ക് ആരെ കിട്ടി, C1 നമുക്ക് എന്താണ് ഇപ്പൊ മനസ്സിലായി ആരാണെന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്ടാ, നമുക്ക് നേരെ എന്ത് ചെയ്യാം, എക്സും വൈയും എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താണ്, ഫസ്റ്റത്തെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു, എക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ടാ C1 B1 C2 B2 A1 B1 A2 B2. നമുക്ക് അപ്ലൈ നോക്കാം അല്ലേ, ചെയ്ത് നോക്കാമോ. ദാറ്റ്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് C1 ആരാണ്ട C1 എന്ന് പറഞ്ഞാൽ 8 B1 ആരാണ് 3 C2 ആരാണ്ട മക്കളെ -3 B2 ആരാണ് B2, സോറി ഇത് B1 എന്നാണ് എഴുതിയ, എല്ലാം A2 ആണ്. A2 B2 C2 ആണ്. സോറി, എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി, സോറി കേട്ടോ. രണ്ടാമത്തേല് A2 B2 C2 എന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ അതെന്തായി പോയി, A1 B1 C1 എന്നായി പോയി, സോറി. അപ്പോ എന്താണ് 8 C1 എന്ന് പറഞ്ഞ ആരാണ് C1 8 B1 ആരാണ് 3 C2 ആരാണ്ട മക്കളെ -3. അതുപോലെ എന്താണ് B2 ആരാണ് -2. ബൈ താഴെ ആര് വരും, താഴെ A1 എന്ന് പറഞ്ഞാൽ 2 B1 എന്ന് പറഞ്ഞാൽ 3 A2 ആരാണ്ട മക്കളെ 1 B2 എന്ന് പറഞ്ഞാൽ -2. നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഈക്വൽ ടു എന്ത് കിട്ടും, 8 × -2 എന്താണ്, 8 × -2 ആൻസർ -16
-3 × 3 -9. അപ്പൊ ആ മൈനസ് ഈ മൈനസ് അവിടെ എന്താവും +9 എന്നാവും. എന്താവും +9. താഴെ 2 × -2 -4 -1 × 3 3. That's equal to -16 + 9. എത്ര ഇടണം -16 + 9 ഡിഫറന്റ് സിമ്പിൾ ആണ്. ആൻസർ -7. -7 by -4 -3. ആൻസർ എന്താണ് -7 ആണ്. -7 -1 ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ആൻസർ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും 1 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ എത്രയാണ് മക്കളെ 1. എക്സിന്റെ വാല്യൂ 1. അതുപോലെ നമുക്ക് അടുത്ത് ആരെ കണ്ടുപിടിക്കണം y കണ്ടുപിടിക്കണം. അപ്ലൈ ചെയ്യാമോ? അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് y കണ്ടുപിടിക്കാം. അതിന്റെ ഇക്വേഷൻ എന്താണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ് a1 c1 a2 c2 എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു a1 c1 ആരാണ്ട് a1 2 ആണ് c1 8 ആണ്. അപ്പൊ 2 8 a2 c2 ആരാണ് a2 c2 a2 1 c2 -3. അപ്പൊ 1 -3 1 -3. താഴെ a1 b1 എത്രയാണ് a1 b1 2 3. അതാണ് 2 3. അടുത്ത a2 b2 എത്രയാണ് a2 b2 1 -2 അല്ലെ 1 and -2. That's equal to 2 × -3 എത്രയാണ് മക്കളെ -6 -1 × 8 8 by 2 × -2 -4 -1 × 3 എത്രയാണ് 3. That's equal to -6 -8 എത്രയാണ് ആൻസർ -14 by -4 -3 -7. മൈനസ് കൊണ്ട് ക്യാൻസൽ 14 സൗണ്ട് ക്യാൻസൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ 2 എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ ആൻസർ. അപ്പോൾ ഇന്നുകൊണ്ട് എന്താണ് ഇവിടെ ഒരു ക്ലാസ് തീർക്കുകയാണ്. നമുക്കൊരു 2 പ്രോബ്ലം കൂടെ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യടാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇതിന്റെ എന്താണ് 3/3 കൂടെ നമുക്ക് ചെയ്യണം. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. അതിന്റെ ഇതുപോലെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ക്ലാസ്സിൽ എന്താണ് നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.